ഞാൻ ആദ്യമായിട്ട് ഉപ്പിലിട്ടത് പുറത്തുനിന്ന് വാങ്ങി കഴിക്കുന്നത് കോഴിക്കോടുള്ള സമയത്തായിരുന്നു. അതിന് മുമ്പ് വീട്ടിൽ വല്ലപ്പോഴും മാങ്ങയോ നെല്ലിക്കയോ റയറായിട്ട് ഉപ്പിലിടുമ്പോൾ മാത്രമായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കോഴിക്കോട് നിന്ന് കഴിക്കുമ്പോഴാണ് ഇതിന് ഇങ്ങനെയാണ് ടേസ്റ്റ് എന്നും ഇത്രയും വെറൈറ്റി സാധനങ്ങൾ ഉപ്പിലിടാൻ ഉപയോഗിക്കുമെന്നും മനസ്സിലാകുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന കുറേ സാധനങ്ങളും ഉപ്പിലിടാൻ വേണ്ടി എടുത്തു. ഞാനിവിടെ 2 ഫ്രൂട്ട്സും 2 വെജിറ്റബിൾസുമാണ് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഫ്രൂട്ട്സിൽ പൈനാപ്പിളും അതേപോലെ തന്നെ മുന്തിരി എടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിൽ വെള്ളരിക്കയും ക്യാരറ്റുമാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം നന്നായിട്ട് കഴുകി നീളത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇതിലെ സാലഡ് കുക്കുംബർ ഞാൻ കുറച്ച് കനത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഉപ്പ് പിടിച്ച് വേഗം ഇതങ്ങ് സോഗിയായിട്ട് അതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇതങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഞാൻ 2ആയിട്ട് കീറിയിട്ട് എടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് എണ്ണം വെച്ചിരിക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കട്ടാക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് തിളപ്പിക്കാം. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് കല്ലുപ്പ് ചേർക്കണം. അതിനുശേഷം കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വയ്ക്കണം. ഇതിൻ്റെ ചൂടൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പിലിടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഉപ്പിലിടുന്ന ബോട്ടിലേക്ക് ആക്കാം. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് പച്ചമുളകും അതേ ബോട്ടിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇനി ഈ ബോട്ടിൽ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലൊന്ന്, ഗ്ലാസ് ബോട്ടിലാണെങ്കിൽ ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ഇത് നേരത്തെ തന്നെ നന്നായി കഴുകി ഉണക്കി തുടച്ചെടുക്കണം. ഒരു തുള്ളി പോലും ജലാംശം അതിനകത്ത് ഉണ്ടാവരുത്. ജലാംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഉപ്പിലിട്ടത് ചീത്തയാവും. ഇത് അധികം ദിവസമൊന്നും ഉപ്പിലിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് പൈനാപ്പിളും കുക്കുംബറും ഒക്കെ. ഇവിടെ ഞാൻ എല്ലാം ബോട്ടിലാക്കി പച്ചമുളകും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിയിരിക്കുന്ന നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം ചേർക്കണം. അതിന് മുന്നായി പൈനാപ്പിളിനകത്ത് കുറച്ച് പഞ്ചസാര ഇട്ടതിന് ശേഷം മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ബാക്കിയുള്ള പച്ചക്കറിയിലും ഫ്രൂട്ട്സിലും കൂടെ നമുക്ക് തിളപ്പിച്ച് വെച്ചിരുന്ന ആ ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉപ്പിലിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതിന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേന് കറക്റ്റ് പരുവമാകും. ഇത് അടുത്ത ദിവസത്തെ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിച്ച് കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇതെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്പൂണോ ഫോക്കോ എന്താണെന്ന് വെച്ചാൽ അതും നന്നായിട്ട് കഴുകി തുടച്ചതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. നമ്മൾ അച്ചാറിനൊക്കെ ചെയ്യുന്ന അതേ മെത്തേഡാണ് ഇതിന് ഫോളോ ചെയ്യേണ്ടത്. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന അത്ര ടേസ്റ്റ് വന്നില്ലെങ്കിൽ ഇത് അത്യാവശ്യം കഴിക്കാനൊന്നും കുഴപ്പമില്ലായിരുന്നു. നന്നായിട്ട് ഉപ്പും മുളകും എല്ലാം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബായ്.